എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ
ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഹോൾഡ് ഓൺ ടു ദ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഉറയ്ക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 13 വാക്യം. എക്സഡസ് ചാപ്റ്റർ 14 വേഴ്സ് 13. Fear not, stand still and see the salvation of the Lord, which he will show to you today. ഉറച്ചു നിൽപ്പിൻ, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. വിശ്വാസത്തിൽ ഉറക്കുക. ഉറച്ചു നിൽപ്പ് എന്നത് നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്താലും അത് ശരിയാണെന്ന് ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് വേണ്ടത്. താൽക്കാലികമായി വന്നു ചേരുന്ന പ്രതിബന്ധങ്ങൾ കണ്ട് ഭയപ്പെട്ട് നാം പുറകോട്ട് പോകരുത്. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മിൽ ദൃഢമായെങ്കിൽ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗവും കഴിവും ധൈര്യവും നമുക്ക് ലഭിക്കും. ദൈവം നമുക്ക് തരും. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തോടെയാണ് ദൈവം നമ്മെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കൊച്ചു കിളി പോലും അത്യാഹിതങ്ങൾക്ക് മീതെ പറന്ന് ഉയരാറില്ലേ? പിന്നെ നാം എന്തിന് ഭയപ്പെടണം? ദൈവശബ്ദം കേട്ടനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒരു വലിയ മുന്നേറ്റത്തിനായി ദൈവം നമ്മെ ഒരുക്കുകയാണെന്ന് നാം എപ്പോഴും ഓർക്കണം. നമ്മിൽ പലരും തേയില സഞ്ചി പോലെയാണ്. ചൂടുവെള്ളത്തിൽ വീഴുമ്പോൾ മാത്രമേ സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധവാനാകൂ. ആ സ്ഥിതി മാറ്റി ഏവരും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടണം. പ്രപഞ്ചം സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിവില്ലാത്ത ഒന്നിനെയും ഉൾക്കൊള്ളുന്നില്ല എന്ന യാഥാർത്ഥ്യം മറന്നുപോകരുത്. ദൈവത്തിന്റെ സൃഷ്ടി പരിപൂർണമാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച് നിന്ന് രക്ഷയുടെ സന്തോഷത്തിൽ പങ്കാളികളാകാം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. 1 യോഹന്നാൻ 2:17. 1 John chapter 2 verse 17. And the world passes away and the lust thereof, but he that does the will of God abide forever. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ ചിന്തകളാൽ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയനായ കർത്താവേ, അങ്ങ് രക്ഷയുടെ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. അവിടുത്തെ രക്ഷയിൽ ഉറച്ചു നിന്ന് സന്തോഷിപ്പാനുള്ള കൃപ ഇന്ന് വചനം കേട്ട നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഓരോ കൂട്ടായ്മയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ വിശ്വാസത്തിന്റെ സാക്ഷികളായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോ കൂട്ടായ്മയും അനുഗ്രഹിക്കണം. ഞങ്ങൾ അവിടുത്തെ വചനപ്രകാരം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള വചനപ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ ദൈവമക്കളെയും ഞങ്ങളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങയിലുള്ള യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവമെന്നും രക്ഷ യേശുവിൽ മാത്രമാണെന്നും ഉറക്കെ ദൃഢധൈര്യത്തോടെ പ്രഖ്യാപിച്ച് ജീവിക്കുവാനുള്ള ശക്തി അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിനെതിരെ ഉയരുന്ന എല്ലാ നിയമങ്ങളും ഹല്ലേലൂയ യേശുവിൻ്റെ അധികാരനാമത്തിലടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വിശ്വാസത്തിനെതിരെ ഉയരുന്ന എല്ലാ ജെറിക്കോവും മതിലും തകർന്നു മാറട്ടെ. സ്തോത്രം. എല്ലാ രാജ്യങ്ങളുടെ നിയമങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ഞങ്ങൾ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർണാടകത്തെയും തമിഴ്നാടിനെയും കേരളത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ഭാരവും നിന്റെ മേലിടുന്ന കർത്താവേ. സ്തോത്രം.
വിശ്വാസത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ഓരോ കുടുംബവുമായി ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിനെതിരെ ഉയരുന്ന എല്ലാ പോരാട്ടങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ശക്തി പകരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാവുകുഴക്കം തൊട്ടി അനുഗ്രഹിക്കണമേ, വയലുകളെ അനുഗ്രഹിക്കണമേ, ഓഫീസുകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. അപ്പാ ഈ സമയത്ത് വിശേഷാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവേ, കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ എല്ലാ മയക്കുമരുന്നിൻ്റെ മാഫിയകളെ എൻ്റെ കർത്താവിൻ്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദുഷ്ടശക്തി മക്കളുടെ ജീവിത മണ്ഡലത്തുനിന്ന്, വിദ്യാഭ്യാസ മണ്ഡലത്തുനിന്ന് വിട്ടുമാറട്ടെ എന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ പരിശുദ്ധ രക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പൈശാചിക ശക്തിയുടെ കയ്യിൽ പെട്ടുപോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള ബന്ധനം അഴിഞ്ഞ് സ്തോത്രം. ദുഃഖാർതരായ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ അവരൊരു പ്രശ്നമായി മാറാതെ, ഹല്ലേലൂയ, മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക്, ദേശത്തിന്, അവർ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിന് സന്തോഷം പകരുന്ന തലമുറകളായി മാറുവാൻ യേശുവിൻ്റെ അധികാരത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. മയക്കുമരുന്ന് അടിമകളായി മാനസികമായി തകർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ കർത്താവേ, തലമുറകൾ സൗഖ്യമാകട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശക്തി തിരികെ വരട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലം, നശിച്ചുപോയ ബുദ്ധിമണ്ഡലം യേശുവിൻ്റെ നാമത്തിൽ പുതിയതായി തുറന്നു വരട്ടെ. ഗ്ലോറി, സ്തോത്രം. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും പ്രൊഫസേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, ഹല്ലേലൂയ, ഈ സമയത്ത് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൗഖ്യദായക അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുകയാൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണം. അവിടുത്തെ തിരുസാന്നിധ്യം കൂടെ വരണം. അവിടുത്തെ തിരുസാന്നിധ്യമാണല്ലോ ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ശത്രുവിനെ തകർത്ത യേശുവിൻ നാമം, എന്നെ ജയാളിയായി മാറ്റിയ നാമം, എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം, എന്നെ ആശ്ചര്യമാക്കുന്ന നാമം. ശത്രുവിനെ തകർത്ത യേശുവിൻ നാമം, എന്നെ ജയാളിയായി മാറ്റിയ നാമം, എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം, എന്നെ ആശ്ചര്യമാക്കുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യ